ശാന്തി. ബാബ കോടതി മുറിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ വാചകത്തിന് വേണ്ടുന്ന കറക്ഷൻസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലെ ആ ഭാഗത്തിൻ്റെ അതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പോയിൻറ്റുകൾ നമുക്കിന്ന് കേൾക്കാം. ലോ കമ്മീഷന് നൽകിയ നിർദ്ദേശങ്ങളിൽ ബാബ ഇതും ഒരു സൂചന കൊടുത്തു. പ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തി തൻ്റെ കയ്യിൽ ജ്യോതിർബിന്ദു ശിവപരമാത്മാവിൻ്റെ ചിത്രം അവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. കോടതിയിലും അവർക്ക് മുന്നിൽ പരമാത്മാവിൻ്റെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് അവർക്ക് ഭഗവാന്റെ ഓർമ്മ വരും. പ്രതിജ്ഞ വളരെ ഗംഭീരതയോടുകൂടി ചൊല്ലും. കൂടാതെ ബാബ ആ സമയത്ത് പത്രത്തിൽ വന്ന ഒരു ന്യൂസിൻ്റെ കോപ്പിയും അതിനോടൊപ്പം വച്ചിരുന്നു. അതായത് ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വാദിയെയും പ്രതിവാദി രണ്ടു കൂട്ടരെയും കോടതിയുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മൂർത്തിക്ക് മുന്നിൽ നിർത്തിയിട്ട് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. അതിൽ ന്യൂസിൽ വന്നത് രണ്ടുപേരും അന്ന് വരെ പറയാത്ത സത്യമായ കാര്യങ്ങൾ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ മുന്നിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറഞ്ഞു എന്നാണ് ന്യൂസ് വന്നത്. അതുകൊണ്ട് ബാബ ഇപ്രകാരം നിർദ്ദേശം നൽകി. പരമാത്മാ സർവവ്യാപിയായ പരമാത്മാവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് ഇതുവരെ നിലനിന്നിരുന്ന പ്രതിജ്ഞാവാചകം. അപ്പോൾ ബാബ പറഞ്ഞേ, പരമാത്മാ പരംധാം നിവാസിയാണ്. പരമാത്മാ സർവ്വവ്യാപിയല്ല. അപ്പോൾ സത്യപ്രതിജ്ഞ വാചകത്തിലെ അസത്യമുണ്ട്. അപ്പം അത് ചൊല്ലുന്നവരെങ്ങനെ സത്യം പറയും? ബാബ ഈ ഒരു സൂചനയും നൽകി. इस एक्ट के सेक्शन 5 के अनुसार अभियोग करने वालों उसका उत्तर देने वालों तथा गौ में से तो शपथ ली जाती है. ബാബ പറഞ്ഞു, വാദിയും പ്രതിയും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ രണ്ട് ഭാഗത്ത് വാദിയുടെയും രണ്ട് ഭാഗത്തുള്ള പ്രതിയുടെയും ഭാഗത്തുള്ള വക്കീലന്മാരും തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞ എടുക്കണം. മജിസ്ട്രേറ്റും സത്യപ്രതിജ്ഞ എടുക്കണം. ബാബ ഈ സൂചനയും നൽകി. വക്കീലന്മാർ രണ്ടു കൂട്ടരും സത്യപ്രതിജ്ഞ ചെയ്യണം. കാരണം അവർക്കും ഭഗവാന്റെ ഓർമ്മ വരണം. ഈ കേസ് സത്യതാപൂർവം നിറവേറ്റും. കലികാലത്തിൽ ജഡ്ജിമാരുടെ പോലും മനസ്സിൽ വികാര വിക്ഷോഭങ്ങളുടെ പ്രഭാവമുണ്ടായി. കേസിൽ അന്യായം നടക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായും വിധി പറയുന്ന ന്യായാധിപനും ഈ പ്രതിജ്ഞ ചൊല്ലണം. അപ്പോഴെല്ലാവർക്കും പരമാത്മാവിൻ്റെ യുക്തിയുക്തമായ ഓർമ്മ ഉണർത്തി മനസ്സിനെ പവിത്രമാക്കി കോടതിയുടെ അന്തരീക്ഷം തന്നെ പാവനമായി മാറും. ആലോചിച്ച് നോക്കൂ അല്ലേ ബാബയുടെ ധൈര്യപൂർവമായ നിർദ്ദേശങ്ങൾ. ये भी लिखा कि भगवान के नाम पर कसम लेने के बजाय जो लोग वैसे ही कसम लेते उन दोनों की कसम को एक जैसा मूल्य न दिया जाए, क्योंकि प्रथम श्रेणी के लोग तो सर्वोत्तम नैतिक सत्ता को मानकर स्वयं को उसके नैतिक अंकुश में मानते हैं और द्वितीय श्रेणी के लोग स्पष्टतः ऐसे नैतिक शासन को मानने के लिए स्वयं को बाध्य नहीं करते.
ഒരു കൂട്ടർ ആൾക്കാരുണ്ട് സ്വയം നിയമബദ്ധമായ ജീവിതം ജീവിക്കുന്നവർ, നൈതികമായ ബോധം, നീതിന്യായ ബോധത്തോടെ മൊറാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. രണ്ടാമത്തെ കൂട്ടർ സെക്കൻഡ് ക്ലാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ധർമ്മബോധവും നീതിബോധവും ഇല്ലാത്ത മനുഷ്യനും ഉണ്ട്. രണ്ടു കൂട്ടരുടെയും ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടു കൂട്ടരെയും ഒരേപോലെ പരിഗണിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു ബാബ. ചിലർ കോടതി വന്നു പോകുന്നവരിൽ സത്യസന്ധരായിട്ടുള്ളവരുമുണ്ട്, ചിലർ അസത്യം നിറഞ്ഞവരുമുണ്ട്. രണ്ടുപേരുടെയും വാക്കുകൾ ഒരേപോലെ എടുക്കാൻ പാടില്ല. साथ साथ इसकी प्रतियां छपवाकर नामी वकीलों को ബാബ ഇത് ലോ കമ്മീഷന് മാത്രമല്ല ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. അതിൻ്റെ കോപ്പികൾ ബാബ വക്കീലന്മാർക്ക്, ന്യായാധിപന്മാർക്ക്, ധാർമ്മിക സംഘടനകളിലെ നേതാക്കന്മാർക്ക്, റിലീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കെല്ലാം അയച്ചു. പത്രങ്ങളിലും ഈ ന്യൂസ് വന്നു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ലോ കമ്മീഷൻ ഇപ്രകാരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന്. ശൃംഗേരി മഠത്തിലെ शंकराचार्य के कार्यालय ने तो पत्र लिखा कि इस ज्ञापन के അവിടുന്ന് മഠത്തിൽ നിന്ന് ഒരറിയിപ്പ് വന്നു, നിങ്ങൾ കോടതി ലോ കമ്മീഷന് കൊടുത്ത നിർദ്ദേശങ്ങളുടെ ഒരു കോപ്പി ശൃംഗേരി മഠത്തിലേക്കും അയക്കൂ. बहुत से प्रसिद्ध वकीलों ने इस बात की ഇത് വായിച്ചതിന് ശേഷം ധാരാളം പ്രസിദ്ധരായ വക്കീലന്മാർ വളരെയധികം പ്രശംസകൾ അറിയിച്ചു. ഈശ്വരീയ വിശ്വവിദ്യാലയം ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകുന്നത് അഭിനന്ദനീയാർഹമായ കാര്യങ്ങൾ ആണ് എന്ന് അറിയിക്കുകയുണ്ടായി. ഡൽഹിയിൽ ലോ കോൺഫറൻസിൽ ഇതിനെക്കുറിച്ച് വക്കീലന്മാർ വളരെയധികം സന്തോഷകരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. इस पर विशेष महत्व की बात यह है कि बाबा ने वर्षों को किसी भी അതായത് ജഗദീഷ് ഭായ് പറയണേ, ഇതിലെനിക്ക് തോന്നിയത് ഏറ്റവും മഹത്വപൂർണമായ കാര്യം, ബാബ തൻ്റെ മക്കളെ ഏത് സാഹചര്യത്തിലും ഈശ്വരീയ സന്ദേശം നൽകുന്നതിന് എല്ലാ അവസരങ്ങളെയും എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിനുവേണ്ടി എങ്ങനെ വിചാരസാഗരമഥനം നടത്തണം, ആ സമയത്ത് ആ കാര്യത്തെ പ്രതി അതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ ജ്ഞാനം നൽകാം, ഇതിനെക്കുറിച്ച് കുട്ടികളുടെ ഉള്ളിൽ ചിന്തനം നടത്തിക്കുക. ഈ ഒരു ട്രെയിനിങ്ങാണ് ബ്രഹ്മബാബ നൽകിയത്. എത്ര സുന്ദരമായ സേവനം അല്ലേ! എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ബാബ പരമാത്മ പരിചയം എങ്ങനെയെല്ലാം ഏതെല്ലാം യുക്തികളിലൂടെ ബാബ നൽകി. ഇനി അടുത്തത്, ഡൽഹിയിൽ ഭൗതിക മിലിറ്ററിയും ആത്മീയ മിലിറ്ററിയുടെയും കൂടി കൂടിച്ചേരൽ. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡൽഹിയിൽ ആ സമയത്ത് ബ്രഹ്മബാബ ഉള്ളപ്പോൾ തന്നെ ഒരു മേജർ ജ്ഞാനത്തിൽ വന്നു മിലിറ്ററിയിലെ. അദ്ദേഹം വളരെ പക്ക ബാബയുടെ കുട്ടിയായിട്ട് മാറി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച്, സ്നേഹപൂർണമായ ക്ഷണമനുസരിച്ച് ബ്രഹ്മബാബ ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ്. ബാബയ്ക്ക് താമസിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ബംഗ്ലാവും അതിനോട് ചേർന്ന് വലിയ ഗ്രൗണ്ട് സ്ഥലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാബ ആ ബംഗ്ലാവിൽ താമസിച്ച് അവിടെ തന്നെ ശിവബാബയുടെ അവതരണം രാവിലെ മുരളി നടന്നിട്ടുണ്ട്. ഫുൾ ഡൽഹിയിലെ എല്ലാ സേവാസ്ഥാനങ്ങളിലുമുള്ള കുട്ടികൾ, ആ സമയത്ത് എത്ര സെൻറ്ററുകൾ തുറന്നു, ഡൽഹിയിൽ എല്ലാ കുട്ടികളുടെയും സേവനം അവിടെ നടന്നു. അതുകൂടാതെ മിലിറ്ററിയിലെ ക്യാമ്പിൽ നിന്ന് ധാരാളം ഉയർന്ന ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും, അവരുടെയും ഗ്രൂപ്പ് 400-500 പേരുടെ പട്ടാളക്കാരുടെ ഗ്രൂപ്പ്, പട്ടാളത്തിൽ തന്നെ വലിയ വലിയ പോസ്റ്റിലിരിക്കുന്നവർ എല്ലാവരുമായിട്ട് ബാബ അവിടെ മീറ്റ് ചെയ്യുകയുണ്ടായി. അതിനെല്ലാം ഈ മേജർ
സാബ് ബാബയുടെ കുട്ടി നിമിത്തമായി മാറി. ഇനി ആ സേവനത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ട് വരുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നത്? ബാബ അല്ല, ഇപ്പം തന്നെ നമ്മൾ എന്തെല്ലാം കേട്ടു? റിലീജിയസ് ലീഡേഴ്സിൻ്റെ സേവനം എങ്ങനെ ചെയ്തു ബാബ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ സേവയെക്കുറിച്ച് കേട്ടു അല്ലേ, ന്യായാധിപന്മാരുടെയും വക്കീലന്മാരുടെയും സേവയെക്കുറിച്ച് നമ്മളിപ്പോൾ കേട്ടു. ഇനിയിപ്പോൾ മിലിറ്ററിയുടെ സേവനം ബ്രഹ്മബാബ എങ്ങനെ ചെയ്തു? എല്ലാ വിങ്സിൻ്റെയും സർവീസ് ചെയ്തിട്ടാണ് ബാബ പോയിരിക്കുന്നത്. कुछ समय से दिल्ली के सेवा केंद्रों पर आने वाले ब्रह्मवल्स बाबा को मधुबन में पत्र लिखते रहते थे. കുറച്ച് നാളുകളായി ഡൽഹിയിലെ സേവാ കേന്ദ്രത്തിൽ വന്നു പോകുന്ന ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണർ ബാബയ്ക്ക് മധുബനിലേക്ക് കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി ബാബയ്ക്ക് നിവേദനം സമർപ്പിച്ചു. ബാബ, ഞങ്ങൾ ബ്രഹ്മവത്സർ അങ്ങ് ഡൽഹിയിലെത്തുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണുകൾ ബാബ ഡൽഹിയിലേക്ക് വരുന്ന വഴിയിൽ കണ്ണും നട്ടിരിക്കുകയാണ് ഞങ്ങൾ. അബ് ഹംസെ ഓർ അധിക് സമയം, ഞങ്ങൾ കണ്ണും നട്ട് വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി കൂടുതൽ സമയം ഞങ്ങളെക്കൊണ്ട് കാത്തിരിപ്പിക്കരുതേ ബാബ, അങ്ങ് എത്രയും വേഗം വന്നാലും. ബാബ ശിവബാബയുടെ രഥമാണ്, സാകാര മാധ്യമമാണ്. അങ്ങ് ഡൽഹി ഈ രാജധാനിയിലേക്ക് വരികയാണെങ്കിൽ സന്മുഖത്ത് ശിവബാബയുടെ ജ്ഞാന മുരളി കേട്ട് വിലയേറിയ ജ്ഞാനരത്നങ്ങൾ ഞങ്ങൾക്കും സ്വന്തമാക്കാമല്ലോ. ബാബ, അങ്ങയുടെ പ്രാക്ടിക്കൽ ജീവിതം കണ്ട് ഞങ്ങൾക്കും ഇൻസ്പിറേഷൻസ് കിട്ടുമല്ലോ. അങ്ങയുടെ ജീവിതത്തെ ഫോളോ ചെയ്ത് ഞങ്ങൾക്കും ഉയർന്ന ജീവിതം ജീവിക്കാമല്ലോ. ബാബയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ മക്കളുടെ ഉണർവും ഉത്സാഹവും വർദ്ധിക്കും. അതിലൂടെ ഞങ്ങൾ അക്ഷീണരായി മാറി മാനവരാശിയുടെ സേവനത്തിൽ കൂടുതൽ ഉത്സുകരായി തീരും. ഇങ്ങനെ സ്നേഹപൂർണമായ കത്തുകൾ മക്കൾ ബാബയ്ക്ക്, ശിവബാബയ്ക്ക് ത്രൂ ബ്രഹ്മ ഇപ്രകാരം കത്തുകൾ അയച്ചു. ഞങ്ങൾ നിസ്സംശയം പറയുകയാണ്, മുഴുവൻ സൃഷ്ടിയുടെ പരമപിതാവ് ഇപ്പോൾ സ്വയം മനുഷ്യാത്മാക്കൾക്ക് ജ്ഞാനാമൃതം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ സമീപത്ത്, അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ബാബ, ഞങ്ങളുടെ അകക്കണ്ണുകൾ അങ്ങയെ കാത്തിരിക്കുകയാണ്, പടയുകയാണ് അന്തരാത്മാവ് അങ്ങയുമായിട്ടുള്ള മധുര മിലനം നടത്തുന്നതിന് വേണ്ടി. ജ്ഞാനയോഗത്തിൻ്റെ മാധുര്യം നുകരാൻ ആത്മാക്കളായ ഞങ്ങളുടെ എല്ലാം ഹൃദയം പടയുകയാണ്. ബാബ, അങ്ങിനിയും വരുന്നത് വൈകരുത്. ഇപ്രകാരം ഡൽഹിയിലെ വിഭിന്ന സേവാ കേന്ദ്രത്തിലെ ബ്രാഹ്മണ കുലഭൂഷണരായ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് ബാബയ്ക്ക് ഇൻവിറ്റേഷൻ അയച്ചു. ആ സമയത്ത് ഡൽഹിയിലെ രജോറി ഗാർഡൻ സെൻറ്ററിൽ ഭാരതീയ സേനയിൽ നിന്ന് മിലിറ്ററിയിലെ ഒരു മേജർ വന്നിരുന്നു ക്ലാസ്സിന്. ഈശ്വരീയ ജ്ഞാനം കേട്ടതിന് ശേഷം അദ്ദേഹം സമ്പൂർണമായും ബാബയുടെ ഉറച്ച നിശ്ചയബുദ്ധിക്കുട്ടിയായി മാറി. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് സമ്പൂർണ്ണ നിശ്ചയമുണ്ടായി. പരംപിത പരമാത്മ സ്വയം ബ്രഹ്മ ബാബയുടെ മാധ്യമത്തിലൂടെ ഈ ഈശ്വരീയ ജ്ഞാനം തന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉള്ളുകൊണ്ട് ബാബയെ കാണാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹവും ബാബയ്ക്ക് നിശ്ചയപത്രം എഴുതി. ജ്ഞാനമാർഗത്തിൽ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങളെക്കുറിച്ചുള്ള അനുഭവത്തിൻ്റെ കത്തും
ബാബയ്ക്ക് എഴുതി വെച്ചു. എന്നിട്ട് ബാബയെ സ്നേഹത്തോടു കൂടി ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. उन्होंने बाबा को 2-3 बार फ़ोन भी किए. 2-3 തവണ അദ്ദേഹം ബാബയ്ക്ക് ഫോണിലൂടെയും ബാബയോട് സംസാരിച്ചു ഡൽഹിയിലേക്ക് വരാൻ വേണ്ടി. ബാബ കെ ദില്ലി മേ പധാർനെ സെ ബഹുത് ഹി, അദ്ദേഹം ബാബയോട് റിക്വസ്റ്റ് ചെയ്തു, ബാബ അങ്ങ് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അങ്ങയുടെ ഉപസ്ഥിതിയിൽ ഡൽഹിയിൽ അനേക ആത്മാക്കൾക്ക് ഈശ്വരീയ സന്ദേശം ലഭിക്കും എന്ന് ബാബയോട് റിക്വസ്റ്റ് ചെയ്തു. शिव बाबा और ब्रह्मा बाबा द्वारा निमंत्रण स्वीकार. ശിവ ബാബ ബ്രഹ്മാവിലൂടെ ഡൽഹിയിലെ കുട്ടികളുടെ ക്ഷണം സ്വീകരിച്ചു. ബാബ തൻ്റെ മക്കൾക്ക് മറുപടി അയച്ചു, ഞാൻ ശിവ ബാബയുടെ നന്ദിഗണാണ്, ശിവ ബാബയുടെ നന്ദിയാണ്. ശിവ ബാബ എന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവിടേക്ക് വരും. അതിനാൽ ശിവ ബാബയോട് ചോദിക്കാം, ബാബ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും. നിങ്ങൾ കുട്ടികളുടെ അഭ്യർത്ഥന ഞാൻ ശിവബാബയുടെ മുന്നിൽ സമർപ്പിക്കാം. സ്നേഹസാഗരമായ ശിവബാബ ബ്രഹ്മബാബയിലൂടെ കുട്ടികൾ നൽകിയ സ്നേഹം നിറഞ്ഞ ക്ഷണം സ്വീകരിച്ചു. കുട്ടികളുടെ അടുത്തേക്ക് വരുന്നതിന് ബാബ സമ്മതിച്ചു. ശിവബാബ വിശേഷ സന്ദേശം നൽകി. ബാബ പറഞ്ഞു, ഇത് വണ്ടർഫുൾ ഇൻവിറ്റേഷനാണ്, കുട്ടികളുടെ അത്ഭുതകരമായ ക്ഷണമാണ്. ഇതിൻ്റെ റിസൾട്ട് ഡൽഹിയിൽ പിന്നീട് ഉണ്ടാക്കും. മേജർ ഭായിക്ക് വിശേഷ സൗഭാഗ്യം. മേജർ ഭായിക്ക് ലഭിച്ച വിശേഷ സൗഭാഗ്യം. बाबा के पत्र आते ही खूब तैयारियां शुरू हो गई. ബാബ ശിവ ബാബ, കാരണം ബ്രഹ്മ ബാബ എന്ത് ചെയ്യുന്നതും ശിവ ബാബയോട് ചോദിച്ചിട്ടേ ബാബ എവിടെയും പോവുള്ളൂ, എന്തും ചെയ്യുള്ളൂ. സന്ദേശി പുത്രി വഴി ബാബ വദനത്തിൽ നിന്ന് സന്ദേശം കൊണ്ടുവന്നു. അതിലാണ് ശിവബാബ പച്ചക്കൊടി കാണിച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഡൽഹിയിലേക്ക്. അപ്പോൾ ബാബ ഈ വിവരം ഡൽഹിയിൽ അറിയിച്ചതോടുകൂടി അവിടെ ബാബയെ വരവേൽക്കാനായി ബാബ വരുന്നതിൻ്റെ സന്തോഷത്തിൽ കുട്ടികൾ വളരെ നല്ല തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. മേജർ ഭായിനെ അനുരോധ് കിയ, ബാബയുടെ അടുത്ത് മേജർ ഭായി അപേക്ഷിച്ചു ബാബയ്ക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും തൻ്റെ ബംഗ്ലാവിൽ ചെയ്യാം. ആ ബംഗ്ലാവിൽ വീട് വളരെ വലിയൊരു കൊട്ടാര സദൃശ്യമായ കെട്ടിടമായിരുന്നു. കൂടാതെ 1500ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും ഗ്രൗണ്ടും ആ ബംഗ്ലാവിനോട് ചേർന്നുണ്ട്. അതിൽ ഷാമിയാനയിട്ട ബാബയുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവിടെ ഇരുന്ന് മുരളി കേൾക്കാം. കൂടാതെ ആ ബംഗ്ലാവിൽ തന്നെ താമസിക്കാൻ ഇഷ്ടംപോലെ മുറികളുണ്ടായിരുന്നു. ബാബയ്ക്കും ബാബയോടൊപ്പമുള്ള എല്ലാവർക്കും സഹോദരന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല ഡൽഹിയിലെ ടൗണിൽ നിന്ന് കുറച്ച് ദൂരത്തായിരുന്നു അത്. വളരെ നല്ല കാറ്റോട്ടമുള്ള പ്രകൃതി സുന്ദരമായ സ്ഥലമായിരുന്നു. ബാബയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അന്തരീക്ഷമായിരുന്നു ആ ബംഗ്ലാവിനോട് ചേർന്ന് നാനാഭാഗത്തും ഉണ്ടായിരുന്നത്. കാരണം ബ്രഹ്മബാബയ്ക്ക് പൊതുവേ തുറസായ സ്ഥലങ്ങളാണ് എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട കാര്യം മേജർ ഭായി വളരെ സ്നേഹം നിറഞ്ഞ് ബാബയോടും സഹോദരന്മാരോടും പറഞ്ഞു, ബാബ വരുന്ന സമയത്ത് ബാബയുടെ സേവനത്തിനുള്ള എല്ലാ അവസരവും ഈ ആത്മാവിന് നൽകൂ. ബാബ എത്ര പേരെ വേണമെങ്കിലും മധുബന് ബാബയോടൊപ്പം കൊണ്ടുവന്നോളൂ. എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ഈ ആത്മാവ് ചെയ്യാം. അത്ര ഭാവനാപൂർണമായ സ്നേഹമായിരുന്നു മേജർ ഭായിക്ക് ബാബയോട്.
ये स्थान शहर से काफ़ी दूर था. കാരണം ഡൽഹി നഗരത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു ഈ സ്ഥലം. വളരെ നല്ല സ്ഥലം, മനോഹാരിതയുള്ള സ്ഥലവുമായിരുന്നു. മേജർ ജി ക ഏ സൗഭാഗ്യ ഥാ. അങ്ങനെ ബാബ അദ്ദേഹത്തിൻ്റെ ഈ അഭ്യർത്ഥന മാനിച്ച് ആ കെട്ടിടത്തിൽ താമസിച്ചു. അവിടെയായിരുന്നു എല്ലാ പ്രോഗ്രാമും നടന്നത്. മേജർ ഭായിയുടെ സൗഭാഗ്യമാണ് അവിടെ ശിവബാബ ബ്രഹ്മബാബയിൽ ശിവബാബ അവതരിക്കുകയും അവിടെയാണ് ജ്ഞാനമുരളി. ബാബ എത്ര ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു, അവിടെ മുരളിയും നടന്നു. ഇത് മേജർ ഭായിയുടെ സൗഭാഗ്യമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ ഭഗവാന്റെ ദിവ്യാവതരണം നടന്നു. അത് बाबा के ठहरने और प्रतिदिन क्लास कराने का सारा प्रबंध वहीं किया गया. ബാബയ്ക്ക് താമസിക്കാനും ഡെയിലി മുരളി ക്ലാസ്സിനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ തന്നെ നടന്നു. പ്രതിദിൻ വഹാം പहुंचने के लिए. കൂടാതെ ഡൽഹിയുടെ വിഭിന്ന ഭാഗങ്ങളിൽ നിന്ന് മക്കൾക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ബസ്സുകൾക്കുള്ള അറേഞ്ച്മെൻറ്റും അദ്ദേഹം ചെയ്തു. धुन के पक्के और लगन के सच्चे. प्रतिदिन प्रातः हर सेवा केंद्र से निर्धारित बसों से बहन भाई बड़े उल्लास और उत्साह से वहाँ पहुँच जाते. ഡെയിലി ഓരോ സേവാസ്ഥാനത്ത് നിന്നും സഹോദരി സഹോദരന്മാർ അതിരാവിലെ വളരെ സന്തോഷത്തോടു കൂടി ഉത്സാഹത്തോടു കൂടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. ഏറ്റവും തണുപ്പുള്ള സമയമായിരുന്നു അത്. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ, അങ്ങനെ പല്ല് തമ്മിൽ വിറച്ചിട്ട് കൂട്ടിയിടിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു. അത്ര തണുപ്പായിരുന്നു. തിരിച്ചു പോകുമ്പോഴും അതേപോലെ വൈകുന്നേരവും ബസ്സിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു 5 അടി ദൂരത്ത് പോലും കാണാൻ പറ്റില്ലായിരുന്നു ആൾക്കാർ. അത്ര മഞ്ഞും തണുപ്പുമായിരുന്നു. എന്നിരുന്നാലും ബാബയുടെ മക്കൾക്ക് ക്ലാസ്സിൽ രാവിലെയും വൈകുന്നേരവും വന്നു പോകുന്നതിൽ യാതൊരു ഉത്സാഹക്കുറവും ഉണ്ടായിരുന്നില്ല. ഈ തണുപ്പത്ത് ഡെയിലി അതിരാവിലെ കുട്ടികൾ എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി 5:30 എത്തിച്ചേരുമായിരുന്നു. ऐसे लगता कि वो प्रातः जाने के लिए काफ़ी जल्दी उठकर 5:30 ബാബയുടെ അടുത്ത് എത്തണമെങ്കിൽ എത്രയോ നേരത്തെ രാവിലെ എഴുന്നേറ്റ് തയ്യാറായിട്ട് വേണം മക്കളെത്താൻ. ചിലർ രാത്രി മുഴുവൻ ഉറങ്ങാതെയാണ് രാവിലെ ഇപ്രകാരം റെഡിയായിട്ട് എത്തുന്നതെന്ന് തോന്നിയിരുന്നു. അത്ര തണുപ്പുള്ള ഈ സമയത്ത് ഇടയ്ക്ക് മഴയും ഉണ്ടായിരുന്നു. ഈ ടെസ്റ്റ് പേപ്പറുകളും കുട്ടികൾക്കുണ്ടായിരുന്നു. തണുപ്പിന് തണുപ്പ്, അതിൻ്റെ ഇടയിൽ മഴ, ചില ദിവസം കൊടുങ്കാറ്റും ഉണ്ടായിരുന്നു. എന്നിട്ടും ബാബയുടെ സത്യമായ മക്കളുടെ ലഹരിയെ താഴ്ത്താനോ തളർത്താനോ കൊടുങ്കാറ്റിനും മഴയ്ക്കും മഞ്ഞിനും തണുപ്പിനും ഒന്നും കഴിഞ്ഞില്ല. एक तो हर एक के मन में बाबा के आने की बहुत खुशी थी. എന്തുകൊണ്ടെന്നാൽ മക്കളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ബാബ വന്നതിൻ്റെ സന്തോഷം അങ്ങനെ അലയടിക്കുകയായിരുന്നു. രണ്ടാമത്തത് നിശ്ചയ ക ബൽ ഥാ. എല്ലാവർക്കും പരമാത്മ നിശ്ചയത്തിൻ്റെ ബലം ഉണ്ടായിരുന്നു. ശിവബാബ ബ്രഹ്മാവിലൂടെ മുരളി പറയാണ് ആ നിശ്ചയത്തിൻ്റെ ബലം. തീസരെ പവിത്രതയ്ക്ക് കാരണം. മൂന്നാമത്തെ ബലം മക്കളുടെ പവിത്ര ജീവിതത്തിൻ്റെ ബലം കാരണം എല്ലാവർക്കും സഹനശക്തി വളരെ കൂടുതലായിരുന്നു. തണുപ്പ് സഹിക്കാനും അല്ലേ, എല്ലാ വിഘ്നങ്ങളെ അതിജീവിക്കാൻ സഹനശക്തി കുട്ടികളുടെ ഉള്ളിൽ നിറഞ്ഞു. നിശ്ചയത്തിൻ്റെ ബലം, പവിത്രതയുടെ ബലം അല്ലേ, ബാബയോടുള്ള സ്നേഹം. നാലാമത്തത് ആത്മിക സ്ഥിതിയിൽ ആയത് കാരണം ഇത്രയും തണുപ്പത്തും ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ ആർക്കും ഇത് തണുപ്പുള്ള സമയമാണെന്നോ അതിരാവിലെ തണുപ്പത്താണ് കുളിച്ച് തയ്യാറായി വന്നിരിക്കണമെന്ന് തോന്നൽ ആർക്കും വന്നിരുന്നില്ല.
കാരണം അത്രത്തോളം ആത്മസ്ഥിതിയിലായിരുന്നു മക്കൾ. इस पर भी हर एक की बुद्धि में ज्ञान ऐसा बैठ गया था कि उसकी मस्ती और नशे में कोई भी, അതായത് കുട്ടികളുടെ ഉള്ളിൽ ഇത്ര ജ്ഞാനയോഗ അടി ഉറച്ച ലഹരിയായി തീർന്നു. അതിൻ്റെ മുന്നിൽ ഒരു തടസ്സത്തിനും അവരെ തടയാൻ കഴിഞ്ഞില്ല. തണുപ്പിന് ദൂരേക്ക് മാറി നിൽക്കേണ്ടി വന്നു മക്കളുടെ അടുത്തുനിന്ന്. തണുപ്പ് കാരണം മക്കൾ മാറിയില്ല, തണുപ്പ് കുട്ടികളുടെ അടുത്തുനിന്ന് മാറി. അത്ര ലഹരിയോടെ ജ്ഞാനയോഗത്തിൻ്റെ ചർച്ചകളുടെ ചൂടിൽ കുട്ടികൾ മുഴുകി, തണുപ്പിലെ ജ്ഞാനയോഗത്തിൻ്റെ ചർച്ചകളിൽ മുഴുകി മക്കൾ. ഓം ശാന്തി. ഏതുരാഗം പാടിടും ഞാൻ ബ്രഹ്മബാബയെ വാഴ്ത്തുവാൻ, ഏതുരാഗം പാടിടും ഞാൻ ബ്രഹ്മബാബയെ വാഴ്ത്തുവാൻ, ഏതു പുഷ്പം നൽകിടും നിൻ ത്യാഗമെന്നും ഓർക്കുവാൻ, ഏതുരാഗം പാടിടും ഞാൻ ബ്രഹ്മബാബയെ വാഴ്ത്തുവാൻ, ഏതുരാഗം പാടിടും ഞാൻ ബ്രഹ്മബാബയെ വാഴ്ത്തുവാൻ, ഏതു പുഷ്പം നൽകിടും നിൻ ത്യാഗമെന്നും ഓർക്കുവാൻ, ഏതുരാഗം പാടും. ശിവപിതാവിനു ഭൂമിയിൽ തൻ മധുരഗീതമൊഴിഞ്ഞിടാൻ, ആ ഭഗീരഥനന്നു ബലിയാൻ ആ മനോഹര ശോഭയിൽ, ഞങ്ങളെ പരിപൂർണരാക്കാൻ ഏറ്റുവാങ്ങി പരീക്ഷകൾ, ഞങ്ങളെ പരിപൂർണരാക്കാൻ ഏറ്റുവാങ്ങി പരീക്ഷകൾ, കണ്ണുകൾ നനയാതെ ഞാൻ ആഗാധയെങ്ങനെ ഓർത്തിടും, ഏതുരാഗം പാടും. വിശ്വമെങ്ങും ഞങ്ങളെ പ്രത്യക്ഷമാക്കാനല്ലയോ